എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കേൾക്കുന്ന കാഴ്ചകളും കാണുന്ന വാർത്തകളും സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ളതാണ്. പീഡനം, കൊള്ള, കൊല, പിടിച്ചുപറി, ബലാത്സംഗം, പെണ്ണിൻ്റെ മാനം വിൽക്കൽ തുടങ്ങി വേലി തന്നെ വിളയെത്തുന്നതും താരാരാധനകൾക്ക് പാത്രമാകുമ്പോഴും പെണ്ണിൻ്റെ മാനം കവർന്നെടുക്കൽ തുടങ്ങിയ കുടുംബമൊന്നിച്ച് വാർത്തകൾ കേൾക്കാനോ വായിക്കാനോ കഴിയാത്ത അത്രമേൽ ഭീകരമായ ലൈംഗിക ഇക്കിളി കഥകളുമൊക്കെയാണ് ദിവസങ്ങളായി നമ്മുടെ വാർത്താമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നത് കാഫിർ പ്രയോഗമാണ്. ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ നാടിനെ വർഗീയ ചർച്ചകളിലേക്ക് വഴിതിരിച്ചിടാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന് കുട പിടിച്ചു കൊടുത്ത പോലീസിന്റെ അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും സമരത്തിലാണ്. ലോങ് മാർച്ചുമായി സമരമുഖത്തേക്ക് ഇറങ്ങാനിരിക്കുകയാണ് യൂത്ത് ലീഗ്. ഈ ആരോപണം മറക്കുവാൻ എന്ന രീതിയിലാണ് 4.5 വർഷക്കാലം പുറം ലോകം കാണാതെ പോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. ഇതോടെ മിനി സ്ക്രീനുകളിൽ പെണ്ണിൻ്റെ അവകാശങ്ങൾക്കായി, നീതിക്കായി വലിയ ശബ്ദമുയർത്തി കയ്യടികൾ വാങ്ങിയ സിനിമാ താരങ്ങൾക്ക് കയ്യടിച്ചവർ ഇവരുടെ ലീലാവിലാസ ഇക്കിളി കഥകൾ കേട്ട് തരിച്ചിരിക്കുകയാണ്. പെണ്ണും കള്ളുമില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയാത്ത താരനക്ഷത്രങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ ഹീറോകളായി വേഷം കെട്ടുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴവർ സീറോകളായി മാറിയ കാഴ്ച. എല്ലാവരെയും എന്ന് പറയുന്നില്ലെങ്കിലും സ്ത്രീലംബണരായ ചില ഞരമ്പ് രോഗികളായിരുന്നു ഇക്കൂട്ടരെന്ന് കൂടുതൽ വ്യക്തമായത് ഉറങ്ങിക്കിടക്കുന്ന സഹപ്രവർത്തകയുടെ വാതിലിന് മുട്ടിയവന്മാരുടെ ഇക്കിളി കഥകൾ പുറത്തു വന്നപ്പോഴാണ്. സിനിമയിലെ പ്രമുഖർ പവർ ടീം ആരാണെന്ന് ഇതുവരെയും ഇപ്പോഴും വ്യക്തവുമല്ല. ആളുകൾക്ക് മുൻപിൽ ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷേ മാന്യനാര്, പകൽമാന്യനാര് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണവും നീതിയും ഉറപ്പു നൽകി അധികാരത്തിൽ വന്ന സർക്കാർ കൊട്ടിഘോഷിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പക്ഷേ പവർ ടീമിൻ്റെ സൽപ്പേരിന് കളങ്കം വരാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ച് കൊടുത്തിട്ടുണ്ട്. കുറ്റം കണ്ടെത്തിയിട്ടും സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നിട്ട് പോലും പരാതി കിട്ടിയാൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. ഒടുവിൽ പരാതികൾക്ക് മേൽ മാത്രമാണ് കേസെടുക്കാൻ ഇപ്പോഴെങ്കിലും പോലീസ് തയ്യാറായത്. ഇതിനും ശേഷമാണ് അതിലും വലിയത് പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന കണക്കെ നിലമ്പൂർ MLA PV അൻവർ ഒരു വിവാദ കൊടുങ്കാറ്റ് പുറത്തുവിട്ടത്. അതും സംസ്ഥാന പോലീസിലെ രണ്ടാമനെതിരെ, ഒരു ജില്ലയുടെ ചുമതലക്കാരനെതിരെ. ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും നിലനിൽക്കണമെങ്കിൽ പാർട്ടി മെമ്പർ അല്ലാത്തൊരു MLAയുടെ ആവശ്യകതയിലേക്ക് പാർട്ടി ഇപ്പോൾ എത്തപ്പെട്ട ഒരു അവസ്ഥ. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിൻ്റെയും DYSP ബെന്നിയുടെയും ADGP അജിത് കുമാറിൻ്റെയും വഴിവിട്ട രാഷ്ട്രീയ കള്ളക്കടത്ത് ബന്ധങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും പരാതിക്കാരിയെ പ്രലോഭിപ്പിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തതും കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് മലയാളികൾ. ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും കാവൽ നിൽക്കേണ്ട പോലീസ് തന്നെ, അതും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, ഒരു പരാതിക്കാരിയുടെ മാനത്തിന് 500 രൂപ വില കൽപ്പിച്ച് മുതലെടുക്കുന്ന കൊടും ഭീകരത. മലപ്പുറം SP ആയിരുന്ന സമയത്ത് സുജിത് ദാസ് ചെയ്തു കൂട്ടുന്ന ക്രിമിനൽ കാര്യങ്ങളെക്കുറിച്ച് അന്ന് തന്നെ പരാതിയും ദുരൂഹതകളും ഏറെ ഉയർന്നതാണ്. ഒന്നല്ല, അനവധി അവസരങ്ങളിൽ ആ പരാതികൾ ഉയർന്നപ്പോഴെല്ലാം സർക്കാർ പലതും പറഞ്ഞ് ഇതേ സുജിത് ദാസിനെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. ജില്ലയിൽ പെറ്റി കേസുകൾക്ക് പോലും ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത് ക്രിമിനൽ കേസുകൾ എടുത്ത് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറത്തെ സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളുടെ ജില്ലയാക്കി കാണിക്കുവാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു അന്ന് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടന്നത്. തീർന്നില്ല. കരിപ്പൂരിൽ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെ വേട്ടയാടാൻ പ്രത്യേകം പരിശീലനം നേടിയ SP-ക്ക് കീഴിലെ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ക്രിമിനൽ കൂട്ടം ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ പോലീസുകാർക്കിടയിൽ പോലും ചർച്ചയാണ്. താനൂർ കസ്റ്റഡി കൊലപാതക കേസും ഫറോക്കിൽ കള്ളക്കടത്ത് സംഘം ദുരൂഹ സാഹചര്യത്തിൽ അപകടത്തിൽ മരിച്ചതും താനൂരിലെ ബോട്ടപടത്തിന് പിറകിലുള്ള ദുരൂഹതകളും എല്ലാം ഇന്ന് കാണാമറിയത്താണ്. ഒടുവിൽ ADGP-യും SP-യും ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ ഒരു സർക്കാർ സംവിധാനം ഒന്നാകെ നിസ്സഹായരാണ് എന്നതാണ് ഇവിടെ വസ്തുത.
പോലീസിനെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അടക്കി വാഴാനും നിൽക്കേണ്ടിടത്ത് നിർത്താനും നിലക്ക് നിർത്താനും കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വമായിരിക്കണം ഇതിൻ്റെയൊക്കെ തലപ്പത്തുണ്ടാവേണ്ടത്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യേണ്ടത് രാജിവെച്ച് പുറത്തു പോവുകയാണ്. അത്തരത്തിലുള്ള മുൻകാലത്ത് ഏത് കൊമ്പനായ പോലീസ് ഉദ്യോഗസ്ഥനെയും വരച്ച വരയിൽ നിർത്തിയിരുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു. അവർക്ക് പക്ഷേ ഈ കത്തികൾക്കിടയിലൂടെ നടന്നു വന്ന ഗീർവാണമില്ലായിരുന്നു. അവർ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിരുന്നു ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ. അതിനവർക്ക് നട്ടെല്ലും തൻ്റെടവും ആണത്വവും ഉണ്ടായിരുന്നു. പോലീസിൻ്റെ എന്ത് നെറികേടിനെയും ഒറ്റപ്പെട്ട സംഭവങ്ങളായും ചുമതലയുള്ള മുഖ്യമന്ത്രി പോലീസിനെ തിരുത്താത്തതും തള്ളിപ്പറയാത്തതും ഏതെങ്കിലും അവസരത്തിൽ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ മനോവീര്യം അങ്ങ് തകർന്നു പോകുമെന്നുള്ള ക്ലീശ വർത്തമാനവും കേട്ട് മലയാളിയുടെ കാതടഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിനെയൊക്കെ ന്യായീകരിച്ചിരുന്നതാണ് നമ്മൾ കണ്ടത്. കാലങ്ങളായി സമാധാനപൂർവ്വം നടന്നു വന്നിരുന്നതാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം പോലീസ് ബോധപൂർവം തകർത്ത് കലക്കി കുളമാക്കി കയ്യിൽ കൊടുത്തു. ഒടുവിൽ BJPക്ക് അതുവഴി ഒരു ആക്സസ് കൊടുത്തു പാർലമെന്റിലേക്ക്. ആരിൽ നിന്നാണ് പോലീസ് അച്ചാരം പറ്റുന്നത് എന്നത് കൂടുതൽ വ്യക്തമാവുകയാണ്. സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSSന്റെ കാര്യാലയത്തിൽ നിന്നാണ് എന്ന് പലതവണ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ ജനതയോട് വിളിച്ചു പറഞ്ഞു, സർക്കാരിനോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ എന്തിനേയും ഏതിനേയും തങ്ങളുടെ കൈകളിലുള്ള സൈബർ വെട്ടിക്കിളിക്കൂട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ചു നിർത്താം എന്നുള്ള മൗഢ്യധാരണയിൽ സർക്കാർ മുന്നോട്ട് നീങ്ങി. ആളുകൾ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന സുഖലോലുപരമായ വാക്കുകൾ കേട്ട് സർക്കാർ എല്ലാം ഓക്കെ എന്ന കണക്ക് മുന്നോട്ട് പോയി. പക്ഷേ കാലിനടിയിലെ മണ്ണ് ഒലിച്ചൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. PV അൻവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പഞ്ചായത്തിൽ 1000 പേരെങ്കിലും പോലീസിൻ്റെ കുറ്റകൃത്യങ്ങൾ കൊണ്ട് പോലീസുമായുള്ള വിയോജിപ്പ് കൊണ്ട് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇടതുപക്ഷം ഇപ്പോഴെങ്കിലും തയ്യാറാവണം. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചു വന്നിരുന്നത് RSS കാര്യാലയത്തിൽ നിന്നാണെന്ന ആക്ഷേപം ഇപ്പോഴും ശക്തമാണ്. അതുകൊണ്ടാണ് ADGP ആ കുറ്റാരോപിതനായ നിയമവാഴ്ചയുടെ ചുമതലയുള്ള ADGP ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നതും ആ സ്ഥാനം കൈവശം വെച്ച് തുടർന്നു പോരുന്നതും. തൻ്റെ കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന കേസ് ഏത് രീതിയിലായിരിക്കും മുൻപോട്ട് പോവുക എന്നതും എന്തായിരിക്കും കേസിൻ്റെ ഭാവി എന്നതുമൊക്കെ നാട്ടുകാർക്ക് മൊത്തം ഇപ്പോഴും അറിയാം. പക്ഷേ ഈ മുഖ്യമന്ത്രിക്ക് മാത്രം ഇതറിയില്ല. മുഖ്യമന്ത്രിയുടെ കടിഞ്ഞാൺ കയ്യിലുള്ള ADGPയെ മുഖ്യമന്ത്രി ഭയക്കുകയാണ്. എങ്കിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ പാർട്ടിയെങ്കിലും മുന്നോട്ട് വരണം. പാർട്ടി പ്രവർത്തകരാണെന്ന് വ്യക്തമാക്കി ഒരാവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കൂടുതൽ ഇടി കിട്ടുമെന്ന് പറയുന്നതാണ് പാർട്ടി പ്രവർത്തകർ. അത് ഞങ്ങൾ പറയുന്നതല്ല, പാർട്ടി പ്രവർത്തകരും ഭരണത്തിൽ ഒരു MLAയും പറയുന്നതാണ്. ഇപ്പോൾ അമർഷം ഉള്ളിലൊതുക്കി ഇത്രയും നാൾ കഴിഞ്ഞത് അങ്ങനെയാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ വേണ്ടത് ചങ്കൂറ്റമാണ്. അതിന് ഊരിപ്പിടിച്ച കത്തിയുടെയും വാളിൻ്റെയും കഥകളും ഗിർവാണങ്ങളുമല്ല വേണ്ടത്, തൻ്റെ ഇടമാണ്. ആ തൻ്റെ ഇടം ഇല്ലെങ്കിൽ അതുള്ള ആളുകൾക്ക് ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം ഉറപ്പുവരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.